ഗവർണൻസ് അഥവാ സദ്ഭരണം വളരെ വ്യാപകമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ്. ഇതെന്താണ്, എന്തിനാണ് എന്ന ഒരു ചെറിയ ആശയമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. സാധാരണ സർക്കാർ ഓഫീസുകളിലേക്ക് കടന്നു ചെല്ലുന്ന ജനങ്ങൾ ചില നല്ല അഭിപ്രായത്തോടു കൂടി മടങ്ങിപ്പോവും, ചിലപ്പോൾ അത്ര നല്ലതല്ലാത്ത അഭിപ്രായത്തോടു കൂടി മടങ്ങിപ്പോകും. തങ്ങളുടെ ആവശ്യങ്ങൾ നടന്നാലും ഇല്ലെങ്കിലും ചില ആളുകൾ സംതൃപ്തിയോടുകൂടി ചില ഓഫീസുകളിൽ നിന്ന് മടങ്ങിപ്പോകുന്നു. ചിലർക്ക് അവർ വന്ന കാര്യം നടന്നാലും പോലും അവർക്ക് ഒരു തൃപ്തിയില്ലാതെ മടങ്ങിപ്പോകുന്ന ഒരവസ്ഥ. ഇത് നമുക്ക് പരിചിതമായിട്ടുള്ളൊരവസ്ഥയാണ്. എന്താണ് ഈ ഒരു രീതിക്ക് കാരണം, അഥവാ എന്താണ് സദ്ഭരണം എന്നുള്ളത്? നമ്മൾ ഓഫീസിലിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫയലുകളെടുത്ത് അതിലെ കാര്യങ്ങളൊക്കെ എഴുതി മുകളിലേക്ക് അയച്ച് തീരുമാനമെടുത്ത് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭരണ നിർവഹണ ചുമതല പൂർത്തിയായി എന്ന് വിചാരിക്കുന്ന ഒരു മനോഭാവമുണ്ട്. എന്നാൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടന്നോ, അത് സാധാരണക്കാരൻ്റെ ബുദ്ധിമുട്ടുകൾ പരിഹൃതമായോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പലപ്പോഴും നമ്മളെ അലട്ടാറില്ല. എന്തുകൊണ്ടാണ് സർക്കാർ ഓഫീസുകളിൽ നിന്നുള്ള സേവനത്തിൽ പൊതുജനങ്ങൾക്ക് തൃപ്തി ഇങ്ങനെ ഏറ്റക്കുറച്ചിലുകളോടുകൂടി ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം. വാസ്തവത്തിലൊരു ജനാധിപത്യത്തിൽ രാഷ്ട്രീയ ഭരണകൂടം തീരുമാനങ്ങൾ എടുക്കുകയും നയം തീരുമാനിക്കുകയും പരിപാടികൾ തീരുമാനിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ നിർവഹണം, അതാണ് ഗവർണൻസ് എന്നുള്ളത്, അത് നിറവേറ്റുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് ബ്യൂറോക്രസിക്കുള്ളത്. പലതരത്തിൽ ശ്രേണീബദ്ധമായിട്ടുള്ള ബ്യൂറോക്രസിയാണ്, പലതരത്തിലുള്ള ജോലികളാണ് ഉദ്യോഗസ്ഥർ ചെയ്യുന്നത്. ഇവരിലൂടെയാണ് ഈ വലിയ മെഷീനറി, ബ്യൂറോക്രസി എന്ന് പറയുന്ന വലിയ മെഷീനറിയിലൂടെയാണ് ഏത് സർക്കാരുകളുടെയും വികസന പ്രവർത്തനങ്ങളായാലും മറ്റു തരത്തിലുള്ള പ്രവർത്തനങ്ങളായാലും ജനങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ രാഷ്ട്രീയ നേതൃത്വം എത്ര ഇച്ഛാശക്തിയോടുകൂടി ഒരു കാര്യം തീരുമാനിച്ചാലും അതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ജനങ്ങളിലേക്ക് ഈ സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഈ സേവനങ്ങൾ അല്ലെങ്കിൽ ഈ ആനുകൂല്യങ്ങൾ എത്തുന്നതിനിടയ്ക്ക് ഉണ്ടാകുന്ന വൈകല്യങ്ങൾ ഭരണകൂടത്തിൻ്റെ ഇഫക്റ്റീവ്നെസ്സിനെ ബാധിക്കും എന്നുള്ളതാണ് വാസ്തവം. ഈ ഗവർണൻസ് ആണ് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. ഈ ഗവർണൻസ് നന്നാകാത്തതിന് എന്താണ് കാരണം, അഥവാ നന്നാവാൻ എന്തു ചെയ്യണം, എന്താണ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ഈ ഗവർണൻസിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഗവർണൻസ് നന്നാകണമെങ്കിൽ, അഥവാ ഭരണ നിർവഹണം നന്നാവണമെങ്കിൽ 2-3 കാര്യങ്ങളിൽ വ്യക്തതയുണ്ടാവണം. ഒന്ന്, എന്തിനാണ് ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നത്, എൻ്റെ ജോലിയുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്താണ്? ഈ ലക്ഷ്യത്തെ പറ്റിയുള്ള നിർവചനത്തിൽ വരുന്ന വ്യക്തതയില്ലായ്മയാണ് ഏറ്റവും വലിയ തടസ്സമായി ഭരണനിർവഹണം മെച്ചപ്പെടുത്തുന്നതിന് ഞാൻ കണ്ടിട്ടുള്ളത്. എന്തുകൊണ്ടാണ് വ്യക്തതയില്ല എന്ന് പറയുന്നത്? ഒരു മന്ത്രിസഭ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ഭരണകൂടം ഒരു കാര്യം തീരുമാനിക്കുന്നു, അതിൻ്റെ പ്രോഗ്രാം അംഗീകരിച്ചു തരുന്നു. നമ്മളത് നടപ്പിലാക്കുമ്പോൾ അതിനെ വിവിധ ഘട്ടങ്ങളായിട്ട് മാറ്റി അത് ഓരോ ഘട്ടത്തിലുമുള്ള ഉത്തരവുകൾ നടപ്പിലാക്കി പലതരത്തിലാണല്ലോ അത് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഓരോ ഘട്ടത്തെയും അപഗ്രഥിച്ച് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ആത്യന്തികമായി ഇതിന് ലക്ഷ്യമെന്ത് എന്ന് നമ്മൾ മറന്നു പോവുകയും ഇൻറ്ററിം ഒബ്ജക്റ്റീവ്സ്, അതിൻ്റെ ഇടക്കാല ലക്ഷ്യങ്ങളിൽ നമ്മളുടെ മനസ്സ് കുരുങ്ങിപ്പോവുകയും ചെയ്യുമ്പോഴാണ് ഭരണം എന്നത് അതിസങ്കീർണമായ ഒരു പ്രക്രിയയായി തീരുകയും അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം നേടാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷം നമ്മുടെ ഓഫീസുകളിൽ നമുക്കറിയാം. ഒരു ഓഫീസ് എടുക്കുക, അവിടുത്തെ വകുപ്പ് അധ്യക്ഷനോ അധ്യക്ഷയ്ക്കോ ആ പരിപാടിയെപ്പറ്റി ഒരു ലക്ഷ്യമുണ്ടായിരിക്കാം, ഗവൺമെൻറ് പറഞ്ഞ ലക്ഷ്യവുമായിട്ട് ചേരുന്ന ഒരു ലക്ഷ്യമുണ്ടായിരിക്കാം. എന്നാൽ അത് ആ വകുപ്പിലെ തന്നെ അഡീഷണൽ ഡയറക്ടർക്ക് കൊടുത്തു, ആ അഡീഷണൽ ഡയറക്ടർ എടുത്ത് ഡെപ്യൂട്ടിക്ക് കൊടുത്തു, ഡെപ്യൂട്ടി എടുത്ത് സെക്ഷൻ ഓഫീസർക്ക് കൊടുത്തു. എല്ലാ സെക്ഷനും കൂടി അതിൻ്റെ ആ ടാസ്കിന് പലതായി നമ്മൾ വിഭജിച്ച് ആണ് അത് നിറവേറ്റുന്നത്. എന്നാൽ ഈ പലതായിട്ട് വിഭജിച്ച് ആ ടാസ്കുകളെ ചെറുതായി കഴിയുമ്പോൾ അത് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആളിൻ്റെ മനോഭാവം എന്താണ്? ഇത് നടപ്പിലാക്കലാണ് എൻ്റെ ജോലി, ഈ ചെറിയ ടാസ്ക് ചെയ്യൽ മാത്രമാണ് എൻ്റെ ഉത്തരവാദിത്തം എന്ന് വിചാരിച്ച് ആ ടാസ്കിനെ മാത്രം മാഗ്നിഫൈ ചെയ്ത് അതിനെ വിപുലീകരിച്ച് പർവ്വതീകരിച്ച് അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മളേൽപ്പിച്ച ടാസ്ക് നമ്മൾ ചെയ്യുമായിരിക്കും. പക്ഷേ ആത്യന്തികമായി എന്തിനു വേണ്ടിയിട്ടാണോ ഈ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിന് നമ്മളുടെ നേട്ടങ്ങൾ തടസ്സമായി തീരുന്ന അവസ്ഥാവിശേഷം ഓഫീസുകളിലില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. പ്രധാനമായിട്ട് എന്താണ്? വി കൺഫ്യൂസ് ദി ഇൻറ്ററിം ഒബ്ജക്റ്റീവ്സ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ് ആസ് ദി ഓവറോൾ ഒബ്ജക്റ്റീവ് ഓഫ് ദ സ്കീം. അതല്ല, ഓവറോൾ ഒബ്ജക്റ്റീവ് ഓഫ് ദ സ്കീം നടപ്പിലാക്കുക, ഓഫ് ദ സ്കീം എത്തുക എന്നുള്ളതാണ്, നേടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതല്ലാതെ അതിൻ്റെ ഇടനിലയിലുള്ള
ലക്ഷ്യങ്ങൾ നേടി എന്നുള്ളത് കൊണ്ട് എൻ്റെ ജോലി ഞാൻ തീർത്തു എന്ന് പറഞ്ഞ് നമുക്ക് അഭിമാനിക്കാൻ വകയില്ല. അതിൻ്റെ ആ പദ്ധതിയുടെ ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം. അതിനുള്ള ചെറിയ ടാസ്ക് നമ്മൾ ചെയ്യുന്നു എന്ന് മാത്രം. അതല്ലാതെ എല്ലാവർക്കും എല്ലാം ചെയ്യാൻ സാധ്യമല്ലാത്തത് കൊണ്ടാണ് ഈ ഫങ്ഷണൽ ഡിഫറൻസിയേഷൻ വെച്ചിരിക്കുന്നത്. ഒരു കഥയുണ്ടല്ലോ, ഒരു ശില്പി പിന്നെ ഒരു ക്ഷേത്രം പണിയുകയായിരുന്നു. ഒരു കൽപ്പണിക്കാർ, അവിടെ ഒരുപാട് കൽപ്പണിക്കാരുണ്ട്. അപ്പോൾ സാധാരണ കൽപ്പണിയുടെ ഒരു ബുദ്ധിമുട്ട് കാരണം വെയിൽ വന്നാൽ ആളുടെ ജോലി ചെയ്യില്ല, പെട്ടെന്ന് ജോലി തീർക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കൽപ്പണിക്കാരൻ മാത്രം വളരെ വൈകിട്ടും അയാളുടെ ആ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ അടുത്തുള്ളൊരു കൽപ്പണിക്കാരൻ കുറേ കഴിഞ്ഞിട്ട് അയാൾ പോയി, ഇയാൾ പോകുന്നില്ല. അപ്പോൾ വലിയ ആശാരി ചോദിച്ചു, നീ എന്താണ് പോകാത്തത്? നീ എന്താണ് ഇത്ര ശ്രദ്ധയോടുകൂടി ചെയ്യുന്നത്? മറ്റേയാൾ പോയല്ലോ. മറ്റേയാൾ പോയ ആളോട് ചോദിച്ചപ്പോൾ എന്താണ്, എൻ്റെ ജോലി കഴിഞ്ഞു, എനിക്കൊരു കല്ല് ശരിയാക്കാണ്ട് ഞാൻ കല്ല് ശരിയാക്കി കൊടുത്തു, എൻ്റെ ജോലി കഴിഞ്ഞു. മറ്റേയാളോട് ചോദിച്ചപ്പോൾ നീ എന്താണ് പോകാത്തത്? പറഞ്ഞത് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും മുൻവശത്ത് വരുന്ന കല്ലാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കല്ല് ശരിയായില്ലെങ്കിൽ ക്ഷേത്രത്തിലെ ആ ഭംഗി ഉണ്ടാവില്ല. ഈ കല്ല് എവിടെയാണ് വരാൻ പോകുന്നതെന്നും ആ ക്ഷേത്രത്തിന് എൻ്റെ കല്ല് വയ്ക്കുന്ന സ്ഥലത്തിൻ്റെ പ്രാധാന്യം എന്തെന്നും മനസ്സിലാക്കിക്കൊണ്ട് അത് ഭംഗിയായി അവിടെ ഇരിക്കണം എന്നുള്ള വിചാരത്തോടു കൂടി ജോലി ചെയ്യുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കല്ലിൻ്റെ പണി തീർത്തു കൊടുത്താൽ പോരാ, അത് അതിൻ്റെ ഓവറോൾ ഡിസൈനിൽ കൃത്യമായി ഭംഗിയായിരിക്കണമെന്ന് ബോധ്യം വന്നതുകൊണ്ട് ആ കൽപ്പണിക്കാരന് രാവിലെ 10:30 വന്നിട്ട് 5 മണിക്ക് അയാൾ പോകുന്നില്ല. നമ്മൾ 5 മണിക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ജോലി തീർന്നു, എൻ്റെ ജോലി കഴിഞ്ഞു എന്ന് പറഞ്ഞ് പോകുമ്പോൾ ഈ ഒരു പരിപാടിയുടെ ആത്യന്തികമായ ലക്ഷ്യവുമായിട്ടുള്ള നമ്മുടെ ഒരു ഡിസ്കണക്റ്റാണ് പലപ്പോഴും. നമ്മൾ ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ പ്രയോജനമില്ല എന്ന് വരുന്നത്. ആളുകൾക്ക് പരാതി പോകുന്നില്ല, തീരുന്നില്ല, പക്ഷേ ഞാൻ ജോലി ചെയ്യുന്നതിനൊരു കുറവുമില്ല എന്ന് പറയുന്ന ഒരു മനോഭാവം നമ്മുടെ ഓഫീസുകളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. രാപ്പകൽ ജോലിയാണ്, എപ്പോൾ നോക്കിയാലും ജോലിയാണ്, മേശ നിറച്ചും ഫയലാണ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നിറച്ചും ഫയലുകളാണ്, ജോലിക്കൊരു കുറവുമില്ല പക്ഷേ തൃപ്തിയില്ല എന്ന് വരുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ ഇടക്കാലത്തുള്ള അല്ലെങ്കിൽ ഇൻ്ററിമായിട്ടുള്ള ലക്ഷ്യങ്ങളെ ആത്യന്തിക ലക്ഷ്യവുമായി കാണാതെ ഇവയെ പരിചരിക്കുന്നത് കൊണ്ടാണ് പറ്റുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനമായി സൽഭരണമാകണമെങ്കിൽ ഓരോ എംപ്ലോയിയും ഇതിൻ്റെ ആത്യന്തികമായ നമ്മുടെ പ്രവൃത്തിയുടെ ആത്യന്തികമായ ലക്ഷ്യവുമായിട്ടുള്ള പെർമനൻറ്റ് റീകണക്ഷൻ നടത്തിക്കൊണ്ടേയിരിക്കണം. വി ഹാവ് ടു അലൈൻ അവർ സെൽസ് വിത്ത് ദി ഓവറോൾ ഒബ്ജക്റ്റീവ്. എൻ്റെ പ്രവൃത്തി ആ ഓവറോൾ ഒബ്ജക്റ്റീവ് നിറവേറ്റുന്നതിന് സഹായകമാണോ തടസ്സമാണോ എന്നുള്ള ചിന്തയുണ്ട് എങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ വളരെ കാര്യക്ഷമമായിരിക്കുകയും അത് ആളുകൾക്ക് ഗുണകരമാവുകയും ചെയ്യും. ഇതാണ് ഒന്നാമത്തെ തടസ്സമായിട്ട് പലപ്പോഴും ഈ ഭരണനിർവഹണം നന്നാക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. ഈ ലാക്ക് ഓഫ് ക്ലാരിറ്റി അബൌട്ട് ദി ഓവറോൾ ഒബ്ജക്റ്റീവ് ഓഫ് അവർ ആക്ടിവിറ്റീസ്. നമ്മുടെ ആക്ടിവിറ്റി അല്ല പ്രധാനം, ഇതെന്തിനു വേണ്ടി എന്നുള്ള ചോദ്യം സദാ ചോദിച്ചു കൊണ്ടിരുന്നാൽ നമ്മുടെ പ്രവർത്തനങ്ങൾ കുറേ കൂടി അർത്ഥപൂർണവും ലക്ഷ്യവേദിയുമായി തീരുമെന്നുള്ളതാണ് വാസ്തവം. രണ്ടാമത് ഇതിന് തടസ്സമായി നിൽക്കുന്ന ഇനി 2 ഘടകങ്ങൾ കൂടിയുണ്ട്. രണ്ടാമത് തടസ്സമായി നിൽക്കുന്നത് നമുക്ക് ഉദ്ദേശശുദ്ധി ഉണ്ട് എങ്കിൽ പോലും അത് നിറവേറ്റുന്നതിന് തടസ്സമായി നിൽക്കുന്ന നടപടിക്രമങ്ങൾ, പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ മാനുവൽസ്, ഓഫീസ് ഇൻസ്ട്രക്ഷൻസ് തുടങ്ങി നമ്മളെ നിയന്ത്രിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. നമ്മളാരും പൂർണ്ണമായി സ്വതന്ത്രരല്ല. നമ്മൾ എത്ര ഉന്നത ഉദ്യോഗസ്ഥനായാലും ശരി, താഴത്തെ ജീവനക്കാരനായാലും ശരി, ആരും പൂർണ്ണമായി സ്വതന്ത്രരല്ല. എല്ലാവരുടെ മേലും പല നിയന്ത്രണങ്ങളുണ്ട്. ആ നിയന്ത്രണങ്ങൾ എന്താണ്? അവ അഭികാമ്യമായ നിയന്ത്രണങ്ങളാണോ, കാലഹരണപ്പെട്ട നിയന്ത്രണങ്ങളാണോ, അതോ ആവശ്യമില്ലാത്ത നിയന്ത്രണങ്ങളാണോ, എന്തെങ്കിലും ലക്ഷ്യം നേടുന്നതിനുള്ള നിയന്ത്രണങ്ങളാണോ, അതോ കാലാകാലങ്ങളായി എന്തിനെന്നറിയാത്ത തരത്തിൽ നിലവിലിരിക്കുന്ന ശീലങ്ങളാണോ? നമ്മുടെ ഓഫീസ് പ്രൊസീജിയേഴ്സ്, മാനുവൽസ്, പിന്നെ ഇതൊക്കെ തന്നെ എത്രയോ വർഷങ്ങളായി നിലവിലുള്ളതാണ്. കമ്പ്യൂട്ടർ യുഗം വന്നു, പിന്നെ ഇൻ്റർനെറ്റ് വന്നു, ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു, എന്തെല്ലാം സാങ്കേതികമായിട്ടുള്ള കഴിവുകളുണ്ടായിട്ടും ഇപ്പോഴും പഴയ ടൈപ്പ് റൈറ്റർ യുഗത്തിൽ പ്രസക്തമായിരുന്ന നിർദ്ദേശങ്ങളാണ് പല ഓഫീസുകളിലും ഇപ്പോഴും നിലവിലുള്ളത്. അതിൻ്റെ മേൽ പുതുതായിട്ട് പലതും വന്നിട്ടുണ്ടാകും, പക്ഷേ പഴയ മാനുവൽസും പഴയ നിയന്ത്രണങ്ങളും ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഫോട്ടോ കോപ്പിയർ പോലും നിലവിൽ വരുന്നതിന് മുമ്പുള്ള ചില ശീലങ്ങൾ ഒത്തുനോക്കുക എന്ന്, ഉദാഹരണത്തിന് നമ്മളെ ഡ്രാഫ്റ്റും ഫെയറുമായിട്ട് ഒത്തുനോക്കേണ്ട കാര്യമുണ്ടോ? ഇത് ഫോട്ടോ കോപ്പിയറാണ് എടുത്തിരിക്കുന്നത്, അപ്പോൾ ഒത്തുനോക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ ടെക്നോളജിക്കനുസരിച്ച്, കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ ശീലങ്ങൾ മാറുന്നില്ല. അപ്പോൾ ചോദിക്കും, ഈ ശീലങ്ങൾ മാറ്റേണ്ടത് ആരാണ്? ഈ ഉത്തരവുകൾ മാറ്റേണ്ടത് ആരാണ്? ഞങ്ങൾ ഈ ഉത്തരവ് അനുസരിക്കുന്നു എന്ന് മാത്രമല്ലേ ഉള്ളൂ, മുകളിലുള്ളവരല്ലേ ചെയ്യേണ്ടത്. ഈ മുകളിലും താഴെയും എന്നുള്ളൊരു സങ്കല്പം തന്നെ നമ്മുടെ മനസ്സിൻ്റെ വൈകല്യമാണ്. ഇവിടെ മുകളിലും ആരുമില്ല, താഴെയും ആരുമില്ല. നമ്മളെല്ലാവരും കൂടി ഒരു ടാസ്ക് ചെയ്യുകയാണ് എങ്കിൽ, നമ്മൾ ഭാരം വലിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ നിന്ന് ഒരാൾ കല്ല് വലിക്കുന്നുണ്ട്, ഞാൻ അയാളുടെ പിന്നിൽ നിന്ന് വടം വലിക്കുന്നുണ്ട്. പക്ഷേ
മുമ്പിലും എന്നുള്ളതല്ല, നമ്മൾ ഒരുമിച്ച് ആ ടാസ്ക് ചെയ്യുന്നു എന്നുള്ള വിചാരത്തോടു കൂടി നോക്കുമ്പോൾ ആ ടാസ്ക് നിറവേറ്റുന്നതിന് തടസ്സമായി നിൽക്കുന്ന ശീലങ്ങൾ, തടസ്സമായി നിൽക്കുന്ന നിർദ്ദേശങ്ങൾ, തടസ്സമായി നിൽക്കുന്ന മറ്റ് തരത്തിലുള്ള മാനുവൽസ്, പ്രൊസീജിയേഴ്സ്, കോഡുകൾ, ഇതൊക്കെ തന്നെ മാറ്റേണ്ടത് ആരുടെ ജോലിയാണ്? ഈ ജോലി ചെയ്യുന്ന നമ്മുടെ എല്ലാവരുടെയും ജോലിയാണ്. ചില ആളുകൾ അതിനെപ്പറ്റി അവെയർ ആയിരിക്കുകയില്ല, ചില ആളുകൾക്ക് അതിനെപ്പറ്റി അവബോധമുണ്ടായിരിക്കും. ഇത് തടസ്സമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് കഷ്ടം. ഈ റൂൾ അവിടെ ഉണ്ട്, ആ റൂൾ ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാനൊരു നിസ്സഹായനാണ്, നമ്മളൊരു വിക്റ്റിമാണ് ആ റൂളിൻ്റെ എന്ന് പറഞ്ഞിട്ട് ചെയ്യാതിരിക്കുന്നതിന് പകരം മുകളിലും താഴെയും ആരുമില്ല, നമ്മൾ ഒരുമിച്ച് ചെയ്യുന്ന ഈ പ്രവൃത്തി സുഗമമാക്കാൻ, കാലോചിതമായി പരിഷ്കരിക്കാൻ എന്ത് ആശയം ആർക്ക് തോന്നിയാലും അയാൾ ആ ഓഫീസിൽ ആരുമായിക്കൊള്ളട്ടെ അത് മുമ്പോട്ട് കൊണ്ടുപോകാനും ബന്ധപ്പെട്ടവരോട് പറഞ്ഞ് ഈ ഒരു തടസ്സം മാറ്റി തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭംഗിയായിട്ട് ഇത് ചെയ്യാൻ സാധിക്കും, നമുക്ക് കാലതാമസം ഒഴിവാക്കാൻ സാധിക്കും എന്ന് ഓരോ സിസ്റ്റത്തിലെ ഓരോ എംപ്ലോയിയും, അയാളുടെ സ്ഥാനം ഒന്നും നോക്കേണ്ട കാര്യമില്ല, എംപ്ലോയിയും മുകളിലുള്ളവരോട് പറയുകയും, മുകളിലെന്ന് പറഞ്ഞാൽ അയാളുടെ തൊട്ട് മേലുദ്യോഗസ്ഥനോട് പറയുകയും അങ്ങനെ അത് മാറ്റി, നമ്മൾ വിചാരിക്കുന്ന വേഗത്തിൽ മാറ്റിയില്ല എങ്കിൽ പോലും പതുക്കെ മാറ്റങ്ങൾ ഉണ്ടാവണം. മാറ്റങ്ങളെല്ലാം മുകളിൽ നിന്ന് തന്നെ വരണമെന്നുള്ള നമ്മുടെ ഒരു ശീലക്കേടുണ്ട്. സെക്രട്ടേറിയറ്റ് എന്ന് പറയട്ടെ, നമുക്ക് ചെയ്യാം. ഗവൺമെൻറ് ഉത്തരവ് പുറപ്പെടുവിക്കട്ടെ, എന്നിട്ട് നമുക്ക് ചെയ്യാം. ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് പുറപ്പെടുവിക്കാൻ അധികാരമുണ്ട്. പക്ഷേ അധികാരം ഉപയോഗിക്കണമെങ്കിൽ ഗവൺമെൻറ് സ്വയം ചിന്തിക്കുകയല്ല, സെക്രട്ടേറിയറ്റിലിരിക്കുന്നവർക്ക് മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ജോലി സുഗമമാക്കാൻ എന്ത് മാറ്റങ്ങൾ നിയമങ്ങളിലും ചട്ടങ്ങളിലും വേണമോ അത് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് സദ്ഭരണത്തിലേക്കുള്ള നമ്മുടെ യാത്രയിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പുതിയ ശീലം. നിർഭാഗ്യവശാൽ ഈ ഹയറാർക്കി കോൺഷ്യസ് ആയിട്ടുള്ള ശ്രേണീബദ്ധമായിട്ടുള്ളൊരു ജീവിതമാണ് എൻ്റേത്, അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എൻ്റെ മേലുദ്യോഗസ്ഥർ ചെയ്യട്ടെ എന്ന് വിചാരിക്കുന്ന ശീലത്തിൽ നിന്ന് നമുക്ക് അടിയന്തരമായി മോചനം നേടേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ മുന്നിൽ അല്ലെങ്കിൽ എൻ്റെ മുകളിൽ താഴെ ആൾ എന്നുള്ളതല്ല, നമ്മൾ ഒരുമിച്ചൊരു ടാസ്ക് ചെയ്യുന്നു എന്നുള്ള വിചാരമുണ്ടായി കഴിയുമ്പോൾ ആ ടാസ്ക് നന്നാക്കാനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെയാണല്ലോ ആളുകളിപ്പോൾ കൽപ്പണിക്കാർ ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ വളരെ കഠിനമായിട്ട് എല്ലാവരും കൂടി ഒരു ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ വലിയ ഭാരം പിടിക്കുന്നവർ, അവർ പരസ്പരം പറയും നീ മാറി നിൽക്ക്, നീ ഇവിടെ ഒരു കല്ല് വയ്ക്ക്, നീ ഇവിടെ ഒരു അത് ചെയ്യ്, ഇത് ചെയ്യുക എന്നൊക്കെ പറയുന്നത് കേട്ടില്ല. എന്തിനാണ്? ആ ടാസ്ക് നിറവേറ്റുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും കൂടെ ജോലിയാണ്. അല്ല ലീഡർ പറയട്ടെ എന്നിട്ട് ഞാൻ ചെയ്യാം എന്നാരും പറയുന്നില്ല. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ സിസ്റ്റത്തിൽ മുകളിൽ നിന്ന് വരട്ടെ എന്നിട്ട് ഞാൻ ചെയ്യാം, അതുവരെ ഇങ്ങനെയൊക്കെ പോകൂ എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്താ തൃപ്തി? എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ അഭിനയിക്കാൻ സാധിക്കുന്നത്, അങ്ങനെ നടിക്കാൻ സാധിക്കുന്നത്? കാരണം ഞാൻ നേരത്തെ പറഞ്ഞ് വി ആർ നോട്ട് ഇൻ കണക്ട് വിത്ത് ദി ഓവറോൾ ഒബ്ജക്റ്റീവ്. ആ ഓവറോൾ ഒബ്ജക്റ്റീവാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ സ്വാഭാവികമായും നമ്മുടെ നടപടിക്രമങ്ങളിൽ മാറ്റം വരുത്താൻ നമ്മൾ തന്നെ ഒരു ചാലകശക്തിയായി പ്രവർത്തിക്കും. ആ ഒരു കമ്മിറ്റ്മെൻറ്റാണ് ഗുഡ് ഗവേണൻസിലേക്കുള്ള രണ്ടാമത്തെ ചവിട്ടുപടി എന്നെനിക്ക് തോന്നുന്നു. മൂന്നാമത്തെ ചവിട്ടുപടി ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, ഞാനീ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടക്കണമെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് തന്നെയാണ്. നമ്മുടെ മെൻ്റൽ ബ്ലോക്കാണ് ഇത്തരത്തിലുള്ള പുതിയ ശീലങ്ങൾ ആർജിക്കാനും ലക്ഷ്യങ്ങളിലേക്ക് നയിക്കാനും ഒക്കെ നമുക്ക് തടസ്സമായി നിൽക്കുന്നത് മറ്റാരുമല്ല, ഒരു നടപടിക്രമവുമല്ല, ഒരു ഉത്തരവുമല്ല, പിന്നെയോ നമ്മുടെ മനസ്സും മനോഭാവങ്ങളും മാത്രം. ഈ മനോഭാവം മാറണമെങ്കിൽ അതൊരു ഒരു വലിയ വിഷയമാണ്. ഞാനതിനകത്തൊരു പ്രഗത്ഭനൊന്നുമല്ല, ഒരു വിഷയത്തിലെ എക്സ്പെർട്ടുമല്ല. പക്ഷേ ഈ മനോഭാവങ്ങൾ മാറണമെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം നമ്മൾ ആരാണ് എന്നുള്ളതിനെ പറ്റി ഒരു വ്യക്തത ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മൾ മറ്റാരോ ആണെന്ന് ധരിച്ചിട്ടാണ് ഈ പെരുമാറുന്നത്. നമ്മൾ ഈ പദ്ധതിയുമായിട്ടുള്ള ബന്ധം എന്ത്, നമ്മൾ ഈ സമൂഹവുമായിട്ടുള്ള ബന്ധം എന്ത്, ഞാൻ ആരാണ് ഈ സിസ്റ്റത്തിൽ എന്ന് ഉള്ള ധാരണ അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ളൊരു അവബോധം വ്യക്തമാണ് എങ്കിൽ നമുക്ക് ഈ മനോഭാവങ്ങളിൽ കുഴപ്പമുണ്ടാവുകയില്ല. പക്ഷേ പലപ്പോഴും നമ്മൾ മേലുദ്യോഗസ്ഥരായി അല്ലെങ്കിൽ നമുക്ക് അധികാരമുണ്ട് എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ പറയും ഞങ്ങളൊരു സിസ്റ്റത്തിലെ ആളാണ്, എനിക്കൊരു അധികാരവുമില്ല എന്ന് പറയും. നിങ്ങൾ ഈ അധികാരം പ്രയോഗിക്കാൻ നിയുക്തരായ ആൾ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിരിക്കുന്ന ഒരാൾ എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ അധികാരി ചമയും. എന്ന് പറഞ്ഞാൽ അധികാരം പ്രയോഗിക്കേണ്ടിടത്ത് നമ്മൾ സബോർഡിനേറ്റ് ആവുകയും ജനങ്ങളോട് സബോർഡിനേറ്റായി ഇരിക്കേണ്ടിടത്ത് നമ്മൾ അധികാരം പ്രയോഗിക്കുകയും ചെയ്യുന്ന ഒരു വൈകല്യം നമ്മുടെ സ്വഭാവങ്ങളിൽ ഉണ്ട്. അതൊരു വാസ്തവമാണ്. അതുകൊണ്ടാണ് ഏറ്റവും നമ്മൾ വളരെ ബുദ്ധിമുട്ടി ജോലി കിട്ടി വന്നു കഴിയുമ്പോൾ ഉടൻ തന്നെ ആ വരുന്നവർക്കൊക്കെ ഒരു എലീറ്റിസത്തിലേക്ക് മാറുന്ന ഒരു മെൻ്റൽ മോർഫിംഗ് നടക്കുന്നുണ്ടെന്നുള്ളത് വാസ്തവം. നമ്മുടെ ബ്യൂറോക്രസിയുടെ ഒരു പ്രശ്നമാണത്. അത്രയും കാലം നമ്മൾ തൊഴിൽ രഹിതനായി അലഞ്ഞു തിരിഞ്ഞ് നടന്ന ആളാണ്. ജോലി കിട്ടി, PSC അപ്പോയിൻമെൻറ്റ് കിട്ടി, മെമ്മോ കിട്ടി, ജോലി കിട്ടി, നമ്മൾ ഡെസ്കിൻ്റെ പിന്നിലിരുന്ന് കഴിയുമ്പോൾ
നമ്മൾ പിന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നമ്മളെപ്പോലെ ഈ കഷ്ടപ്പെടുന്ന ആളുകളോടല്ല, നേരെ മറിച്ച് വി ഐഡൻറ്റിഫൈ വിത്ത് എലീറ്റ്. ഒരു ഭരണവർഗത്തിൻ്റെ എലീറ്റായി നമ്മളങ്ങ് മാറിക്കഴിയാണ്. അപ്പോൾ നമ്മുടെ മനോഭാവങ്ങളിലേക്ക് ഈ വൈകല്യങ്ങൾ വന്നു കയറുന്നു. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം നമ്മൾ ആരാണ് എന്നുള്ളതിനെപ്പറ്റി വ്യക്തത ഉണ്ടാവണം. നമ്മൾ പബ്ലിക് സെർവൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? നമുക്ക് സർക്കാർ കടം വാങ്ങിച്ചിട്ടാണെങ്കിലും കൃത്യമായി ശമ്പളം തരുന്ന ഒരു ജോലിയിലിരിക്കുമ്പോൾ വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് ദാറ്റ് വി ഗിവ്? നമ്മൾ എന്തിനാണ് ഇവിടെ ജോലി ചെയ്യുന്നത്? ഞാനൊരു പബ്ലിക് സെർവൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ആളുകൾക്ക് എന്നെക്കൊണ്ട് എന്താണ് പ്രയോജനം? എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ത്? എൻ്റെ പർപ്പസ് എന്താണ്? ഇതിനെപ്പറ്റി ഈ വ്യാജമായിട്ടുള്ള ബോഗസായിട്ടുള്ള സ്ഥാനവലിപ്പത്തെ പറ്റിയുള്ള ഈ അതിരുവിട്ട അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ധാരണകളാണ് നമ്മുടെ കാഴ്ചശക്തിയെ വികലമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. ലെറ്റ് us ബി ഹംബിൾ. വി ആർ പബ്ലിക് സെർവൻറ്റ്സ്. പബ്ലിക് സെർവൻ്റ് എന്ന് പറഞ്ഞാൽ സെർവൻ്റ് എന്ന് പറയാൻ ടു സെർവ് എന്നർത്ഥം. സേവനം കൊടുക്കുന്ന ഒരു സേവനദാതാവാണ് നമ്മൾ. ആ സേവനം എത്രയും പെട്ടെന്ന് ഈ രാജ്യത്തെ ഏറ്റവും നിസ്വനായ ആളിന് പോലും സ്വാതന്ത്ര്യബോധത്തോടു കൂടി വന്ന് അത് എത്രയും പെട്ടെന്ന് ലഭ്യമാക്കാൻ സാധിക്കുന്ന ഒരു ഉപകരണമായി നമ്മൾ തീരണമേ എന്ന പ്രാർത്ഥനയുണ്ട്. എങ്കിൽ നമ്മുടെ മനോഭാവങ്ങളിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും ആ മനോഭാവങ്ങൾ മാറിക്കഴിയുമ്പോൾ സേവന സന്നദ്ധത സ്വാഭാവികമായിട്ട് വരികയും നമുക്കിതിന് തടസ്സമായി നിൽക്കുന്ന അവസ്ഥകളെ മാറ്റാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ ആർജിക്കുകയും ആ ആർജിച്ച സ്വാതന്ത്ര്യത്തിൽ നിന്ന് നമ്മുടെ പരിപാടികളുടെ കൃത്യമായ ലക്ഷ്യത്തിലേക്ക് ഇതിനെ നയിക്കാനുള്ള ഒരു ഉപകരണമായി നമ്മൾ സ്വയം രൂപാന്തരപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മളെ കാണാൻ വന്നു പോകുന്ന ഏതൊരു സാധാരണ മനുഷ്യനും സന്തോഷത്തോടു കൂടി മന്ദസ്മിതത്തോടു കൂടി നമ്മുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു നല്ല അവസ്ഥ സൃഷ്ടിച്ചെടുക്കാനുള്ള ഇച്ഛാശക്തി നമുക്കുണ്ട്. ആ ഇച്ഛാശക്തി വീണ്ടെടുക്കുക മാത്രമാണ് ഭരണ നിർവഹണം അല്ലെങ്കിൽ സദ്ഭരണം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്. അതിനുള്ള നമ്മുടെ കഴിവുകൾ ഉപയോഗിക്കാൻ ഇനി ഒട്ടും മടിക്കേണ്ടതില്ല, താമസിക്കേണ്ടതില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. സദ്ഭരണം എന്നത് അഥവാ ഭരണനിർവഹണത്തിൻ്റെ മികവ് എന്നത് അങ്ങ് വിദൂരത്തെവിടെയുള്ള ഒരു ലക്ഷ്യമല്ല. നമുക്ക് തന്നെ നേടിയെടുക്കാവുന്ന, നമുക്ക് നിയന്ത്രണമുള്ള, നമുക്ക് സാധ്യമാക്കാവുന്ന, നമുക്ക് യാഥാർത്ഥ്യമാക്കാവുന്ന ഒരു നല്ല അവസ്ഥയാണ് എന്ന് തീരുമാനിച്ചു കഴിയുമ്പോൾ ആ അവസ്ഥ നമുക്കിടയിൽ സംജാതമാകും. നന്ദി, നമസ്കാരം.